പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബിശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നോമ്പ് തുറക്കുന്നതിന്റെ മര്യാദകൾ എന്ന വിഷയത്തെക്കുറിച്ച് അല്പം സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇൻഷാ അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാൻ മാസത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. പരിശുദ്ധ ഖുർആൻ സൂറ അൽ ബഖറയിലൂടെ അള്ളാഹു ഉണർത്തുന്നു, സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നുവെന്ന്. പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമദാൻ മാസം. അതുകൊണ്ട് തന്നെ ആർ ഈ മാസത്തെ സന്നിധരാണോ അവർക്ക് നോമ്പ് നിർബന്ധമാണ്. കുട്ടികളും യാത്രയിലായിരിക്കുന്നവരും രോഗികളായിരിക്കുന്നവരും ഒഴികെ. ഇനി നോമ്പ് തുടങ്ങുന്നത് സുബഹി ബാങ്കോട് കൂടിയും അവസാനിക്കുന്നത് മഗ്രിബ് ബാങ്കോട് കൂടിയുമാണെന്ന് നമുക്കെല്ലാം അറിയാം. എന്നാൽ നോമ്പ് തുറക്കാൻ വേണ്ടി എത്രത്തോളം നാം ധൃതി കാണിക്കേണ്ടതുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്നും നമുക്ക് വ്യക്തമാണ്. സഹീഹ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുന്ന കാലത്തോളം ജനങ്ങൾ നന്മയിലായിരിക്കുമെന്ന്. അതുപോലെ മറ്റൊരു ഹദീസിൽ ആയിഷ റളിയല്ലാഹുവിന്റെ അടുക്കൽ 2 സ്വഹാബിമാർ വരികയും അവരിൽ ഒരാൾ പറഞ്ഞു, പ്രവാചകന്റെ അനുചരന്മാരിൽ 2 പേർ സുഹൃത്തം കാണിക്കുന്നതിൽ വീഴ്ച വരുത്തുന്നവരല്ല. അവരിൽ ഒരാൾ മഗ്രിബ് നമസ്കാരവും നോമ്പ് തുറയും പിന്തിപ്പിക്കുകയും മറ്റേയാൾ മഗ്രിബ് നമസ്കാരവും നോമ്പ് തുറയും ധൃതിയിൽ ചെയ്യുകയും ചെയ്യുന്നവരാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, ആരാണോ മഗ്രിബ് നമസ്കാരവും നോമ്പ് തുറയും ധൃതിയിൽ ചെയ്യുന്നത് അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ എന്ന്. ഇതിൽ നിന്നെല്ലാം തന്നെ നോമ്പ് തുറ നമ്മൾ എത്രത്തോളം ധൃതിയിൽ ചെയ്യേണ്ടതുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ മറ്റൊരു ഹദീസിൽ അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് അള്ളാഹു പറഞ്ഞിരിക്കുന്നു, എന്റെ അടിയാന്മാരിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ സമയമായാൽ നോമ്പ് തുറക്കുന്നവരാണ് എന്ന്. എന്നാൽ പലപ്പോഴും സൂക്ഷ്മതയ്ക്ക് വേണ്ടി മറ്റും സമയമായാലും അല്പസമയം ദീർഘിപ്പിക്കുകയും അതുപോലെ ഒരു ബാങ്ക് കേട്ടാൽ മറ്റൊരു ബാങ്കിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്ന പ്രവണത നമുക്കെല്ലാം ഉണ്ട്. എന്നാൽ ഈ ഹദീസുകളിൽ നിന്നെല്ലാം തന്നെ നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കേണ്ടത് എത്രത്തോളം പ്രാധാന്യം അറിയിക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നോമ്പ് തുറക്കുമ്പോൾ ബിസ്മി കൊണ്ട് തുടങ്ങുകയും അതുപോലെ തുറന്നു കഴിഞ്ഞാൽ പ്രാർത്ഥന കൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്യുക. കാരക്ക ലഭിക്കുമെങ്കിൽ അതാണ് ഏറ്റവും പുണ്യം. അതല്ലെങ്കിൽ വെള്ളം കൊണ്ട് നോമ്പ് തുറക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്. കാരണം രണ്ടും പരിശുദ്ധമാണ്. നോമ്പ് തുറക്കുന്നതിന്റെ കുറച്ച് മുന്നേയുള്ള സമയം എന്ന് പറഞ്ഞാൽ വളരെയധികം പ്രാധാന്യമറിക്കുന്ന സമയമാണ്. പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകുന്ന സമയമാണിത്. അത് വെറുതെ പാഴാക്കി കളയാതെ പ്രാർത്ഥനയിൽ മുഴുകാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ നോമ്പ് തുറക്കുമ്പോഴുള്ള മര്യാദകളെല്ലാം തന്നെ പാലിച്ചുകൊണ്ട് സുഹൃത്തുക്കൾ വാരിക്കൂട്ടാൻ ഈ ഒരു മാസം നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാഹിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.